ആസ്ക് യുവർ മെന്ററിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടിക്കൽ സെഷൻസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് പൈ ചാർട്ടും ലൈൻ ചാർട്ടും അതുപോലെ തന്നെ ബാർ ചാർട്ട് തുടങ്ങിയിട്ടുള്ള ചാർട്ട് ഏരിയാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ പൈ ചാർട്ട് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റഡ് ടു എക്സ്പെൻസസ് ഓഫ് സൂര്യ സ്റ്റോർ ഓഫ് മന്ത് ജനുവരി 2025. റെന്റ്, ഇലക്ട്രിസിറ്റി ബിൽ, സാലറി പേയ്മെന്റ്, റിപ്പയർസ്. ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതേപടി സ്പ്രെഡ്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതേപടി സ്പ്രെഡ്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാം. പൈ ചാർട്ടാണ് ചെയ്യേണ്ടത്. കോപ്പി ചെയ്യുക, അതായത് സെലക്ട് ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക. എവിടെ പോകണം? ഇൻസേർട്ടിൽ പോവാം അല്ലെ. ഇൻസേർട്ടിൽ ചാർട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചാർട്ട് ടൈപ്പ് കാണാം. അത് പൈ ആക്കാം. പൈയിൽ നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മാറ്റം കാണാം. നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ട പൈ ചാർട്ട് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് നോക്കാം ഏത് ടൈപ്പ് പൈ ചാർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഞാൻ അവിടെ നോർമൽ പൈ ചാർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് അടിക്കുക. ഫസ്റ്റ് റോ ആസ് ലേബൽ ഇത് മതി. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ കണ്ടോ, ടൈറ്റില് സബ് ടൈറ്റില് ഇത് കൊടുക്കാൻ മറന്നുപോയില്ല. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിപ്പോൾ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ ചെറിയ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അതിന് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഇവിടെ പേര് കൊടുക്കണം അല്ലേ. പൈ ചാർട്ട് ഫ്രം ദ ഡാറ്റ റിലേറ്റഡ് എക്സ്പെൻസസ് ഓഫ് സൂര്യ സ്റ്റോർ അല്ലേ. എക്സ്പെൻസസ് ഓഫ് സൂര്യ സ്റ്റോർ, അതാണ് ടൈറ്റിൽ. ഓക്കെ, ടൈറ്റിലകത്ത് നിങ്ങൾ കാണിക്കേണ്ടത് എക്സ്പെൻസസ് ഓഫ് സൂര്യ. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. എക്സ്പെൻസസ് ഓഫ് സൂര്യ സ്റ്റോർ എന്ന് പറയും. ഞാനിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ വന്നു. അപ്പോൾ ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഫിനിഷ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ആൾട്രേഷൻ വരുത്തേണ്ട വരില്ല. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? സൂര്യ സ്റ്റോർ ഫോർ ദ മന്ത് ഓഫ് ജനുവരി 2025. അപ്പോൾ ജനുവരി 2025 എന്ന് പറഞ്ഞിട്ട് സബ് ടൈറ്റിലും കാണിക്കുക. ജനുവരി 2025. ഓക്കെ, എന്നിട്ട് ഫിനിഷ് അടിച്ചാൽ മതി. ഇതാണ് നമ്മുടെ പൈ ചാർട്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട പൈ ചാർട്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്രീസ് ചെയ്യാം അല്ലേ. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് ഓരോ ഷീറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ലിബ്രെ ഓഫീസ് കാൽക്ക് ചെയ്യാൻ. ഇനി അടുത്ത പ്രോബ്ലം എന്ത് ചെയ്യണം? ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോൾ ഇൻവിജിലേറ്റർ വന്ന് ചോദിച്ചാലും നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്തതിന് ശേഷം കളയോ ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അടുത്ത ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്? പൈ ചാർട്ടിൻ്റെ പ്രോബ്ലം കഴിഞ്ഞു. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് 10ാമത്തെ ചോദ്യം ഇവിടെ കണ്ടോ അല്ലേ. ടോട്ടൽ കമ്മീഷൻ ഏൺഡ് ബൈ മിസ്റ്റർ അക്ഷയ് ആൻഡ് എൽദോസ് ഫോർ ദ ഇയർ 2020 to 2024 ആർ ഗിവൺ ബിലോ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം പ്രസന്റ് ഡാറ്റ ഇൻ കോളം ചാർട്ട്. ഇത് തന്നിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യണം? കോളം ചാർട്ടിൽ പ്രസന്റ് ചെയ്യണം. അതിനുശേഷം ഈ ചാർട്ട് ടൈപ്പ് ലൈൻ ചാർട്ടിലേക്ക് മാറ്റണം. വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാർ ചാർട്ടിന്റെ ഒരു പ്രോബ്ലം കൂടിയുണ്ട്. ഈ ചാർട്ടുകളെല്ലാം അല്ലെ ഏതെങ്കിലും ഒരു ചാർട്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, അതല്ലാതെ ഫുൾ കംപ്ലീറ്റ് ചാർട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ചാർട്ടായിരിക്കും പറയാം. കാരണം ചാർട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചാർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒരു ചാർട്ട് മാത്രം ചെയ്താൽ മതി. അത് ഐദർ ബാർ ചാർട്ട് ആവാം, അല്ലെങ്കിൽ പൈ ചാർട്ടോ കോളം ചാർട്ടോ ലൈൻ ചാർട്ടോ ഒക്കെ ആവാം. ഓക്കെ, ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് മാറ്റി കൊടുത്താൽ മതിയല്ലോ. വേറെ ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഇല്ല. ഇവിടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ചാർട്ടിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, ഈ പറയുന്ന കോളം ചാർട്ടും ലൈൻ ചാർട്ടും പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡാറ്റ ഇങ്ങോട്ടേക്ക് ഇൻപുട്ട് ചെയ്യണം. യെസ്, ഈ ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇപ്പോൾ പെട്ടെന്ന് കഴിയും. കോപ്പി ചെയ്യുന്നു, ഇൻസേർട്ടിൽ പോവുക. നമുക്ക് വേണ്ട ചാർട്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ചാർട്ട് ഏതാണെന്ന് നോക്കുക. ഏത് ചാർട്ടിലാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കോളം ചാർട്ടിലാണ്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോളം എടുക്കുക, കോളം ചാർട്ട്. ഫസ്റ്റ് വന്നിരിക്കുന്നതൊക്കെ കോളം ചാർട്ടാണ്. അപ്പോൾ ഇവിടെ നോർമലായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ, സ്റ്റാക്ക്ഡ് ആയിട്ട് വരുന്ന രീതി, പെർസെൻറ്റേജ് സ്റ്റാക്ക്ഡ്. നോർമൽ ചാർട്ട് തന്നെ എടുക്കുക, നോർമൽ കോളം ചാർട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾ ഇവിടെ ഇൻപുട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഇയറും കൂടെ വന്നിട്ടുണ്ട്. ഇയർ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. ഇയർ നമുക്ക് താഴെ വരണ്ടേ, ഇയർ ഇവിടെ താഴെ വരണം. ഇവിടെ അക്ഷയന്റെ എൽദോസിന്റെയും ലെജൻസ് കാണിക്കണം അല്ലേ. ഇവിടെ ഈ 2 എണ്ണം മതി. ഈ പറയുന്ന യെല്ലോയും ഓറഞ്ചും വന്നാൽ മതി. ബ്ലൂ ഇത് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അത് കാരണം ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇയർ നമുക്ക് താഴെയാണ്, എക്സ് ആക്സിസിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഇതിലൊന്നും കൺഫ്യൂഷൻസ് ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇതിൽ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തു നോക്കുക. കണ്ടോ, ഇവിടെ ഫസ്റ്റ് കോളം ആസ് ലേബൽ എന്ന് കൊടുത്ത സമയത്ത് അത് മാറി അല്ലേ. ഇവിടെ ഫസ്റ്റ് റോ ആസ് ലേബൽ എന്ന് കൊടുത്തപ്പോഴും ഇവിടെ കോളം ബി, കോളം സി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് റോ ആസ് ലേബലും ടിക്ക് ചെയ്യണം, ഫസ്റ്റ് കോളം ആസ് ലേബലും ടിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കരുത്, നെക്സ്റ്റ് കൊടുക്കുക. കണ്ടോ, ഇവിടെ നമുക്ക് ടൈറ്റിൽ എൻ്റർ ചെയ്യണം, ടൈറ്റിൽ എൻ്റർ ചെയ്യുക അല്ലെ. ഇവിടുത്തെ വന്നിരിക്കുന്നത് കണ്ടോ, വളരെ ക്ലിയർ ആയിട്ട് ആൻസർ വന്നു അല്ലെ. അക്ഷയ് നീല കളർ അക്ഷയിന്റെ ആണ് കാണിക്കുന്നത്, എൽദോസിൻ്റെത് ഈ ഓറഞ്ച് ആണ് കാണിക്കുന്നത്. വർഷം താഴെ വന്നത് കണ്ടോ, 2020, 2021, 2022 എന്ന് പറഞ്ഞിട്ട് താഴെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ നമ്മൾ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ വെറുതെ ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടും, വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെയ്യുമ്പോൾ തന്നെ വളരെ വൃത്തിയായിട്ട് ചെയ്യാം. ഇനി ടൈറ്റിലും സബ് ടൈറ്റിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ടൈറ്റിൽ എന്താണ് കൊടുക്കേണ്ടത്? ടോട്ടൽ കമ്മീഷൻ ഏൺഡ് ബൈ മിസ്റ്റർ അക്ഷയ് ആൻഡ് എൽദോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സബ് ടൈറ്റിൽ എന്താ? സബ് ടൈറ്റിൽ ഇയർ ആണ് സബ് ടൈറ്റിൽ കാണിക്കേണ്ടത്. ഫോർ ദി ഇയർ 2020 to 2024. യെസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫിനിഷ് കൊടുത്താൽ മതി. ഫിനിഷ്. ഇതാണ് കോളം ചാർട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ സൈസൊക്കെ കൂട്ടിയിട്ട് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക, ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോളം ചാർട്ട് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം? അതാണ് ആദ്യത്തെ കാര്യം, പ്രസന്റ് ഡാറ്റ ഇൻ കോളം ചാർട്ട്. ഇനി അത് ആൻസർ കാണിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ചേഞ്ച് ദ ചാർട്ട് ടൈപ്പ് ടു ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ടിലേക്ക് ഇതിനെ മാറ്റുക. അപ്പം എന്ത് ചെയ്യണം? നമ്മളിവിടെ ജസ്റ്റ് ഈ ചാർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ചാർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തിലേക്കാണ് മാറ്റണ്ടേ? ലൈനിലേക്ക് മാറ്റണം. ഈ ലൈൻ വരുന്ന എടുക്കുക. പല രീതിയിൽ വരുന്നുണ്ട്. ലൈൻസ് ഒള്ളി ഉണ്ട് അല്ലേ, ലൈൻസ് ആൻഡ് പോയിന്റ്സ് ഉണ്ട്. ഞാൻ ലൈൻ ഒള്ളി എടുക്കുകയാണ്, എന്നിട്ട് ഓക്കെ കൊടുക്കുക. യെസ്, ദ ആൻസർ ഈസ് റെഡി. കഴിഞ്ഞു. കോളം ചാർട്ടും ലൈൻ ചാർട്ടും വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. എന്താണത്? ബാർ ചാർട്ട് പ്രിപ്പറേഷൻ. ഞാൻ ഈ ചാർട്ടിന്റെ ഒരു പ്രോബ്ലം ഒറ്റ വീഡിയോയിൽ അങ്ങ് കവർ ചെയ്യാണ്. കാരണം ഇത് എന്താണ്, ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. മാർക്സ് സ്കോർഡ് ബൈ സയൻസ് സ്റ്റുഡൻസ് അറ്റ് എ സ്കൂൾ ആർ ഗിവൺ ബിലോ. പ്രസന്റ് ദ ഡാറ്റ ഇൻ എ ബാർ ചാർട്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അതേപടി എൻ്റർ ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് കോപ്പി ചെയ്യുക, അതായത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ കൃത്യം റേഞ്ച് സെലക്ട് ചെയ്യുക. നമുക്ക് അഡീഷണൽ ആയിട്ട് ടോട്ടൽ എന്ന് പറഞ്ഞ ഈ ഒരു കോളം നമുക്ക് വേണ്ട, ഇത്രയും ഏരിയ മതി. ദെൻ ഇൻസേർട്ടിൽ പോവുക, ചാർട്ട് തിരഞ്ഞെടുക്കുന്നു. ഇനി നമുക്ക് വേണ്ട ചാർട്ട് ടൈപ്പ് ഏതാണ്? ബാർ ചാർട്ടാണ്. ബാർ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നോർമൽ ബാർ ചാർട്ട് തന്നെ പ്രിഫർ ചെയ്യുക. എന്നിട്ട് ഫിനിഷ് കൊടുക്കരുത്, നെക്സ്റ്റ് കൊടുക്കുക. യെസ്, ഇത് രണ്ടും എപ്പോഴും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് റോ ആസ് ലേബലും ഫസ്റ്റ് കോളം ആസ് ലേബലും. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ടൈറ്റില് എന്താണ് ടൈറ്റിൽ വരേണ്ടത്? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മാർക്ക് സ്കോർഡ് ബൈ സയൻസ് സ്റ്റുഡൻസ്, അതാണ് ടൈറ്റിൽ. യെസ്, കഴിഞ്ഞു. ഫിനിഷ്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഔട്ട്പുട്ട്. ഓക്കെ,
എന്ത് ചെയ്തു? 3 ഒരൊറ്റ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. പൈ ചാർട്ട് നമ്മൾ ചെയ്തു, ബാർ ചാർട്ട് കോളം ചാർട്ട് ലൈൻ ചാർട്ടായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ചെയ്തു. അതിനുശേഷം ബാർ ചാർട്ടും ചെയ്തു. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.